പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി കൃത്രിമ തടാകം നിർമ്മിച്ച് ബി.ജെ.പി. ദില്ലിയിലെ യമുന നദിയിലാണ് തടാകം ഒരുക്കിയത്. യമുന നദി മലിനമായി ഒഴുകുമ്പോഴാണ് ബി.ജെ.പി. മോദിക്കായി തടാകം നിർമ്മിച്ചിരിക്കുന്നത്. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ഇതിനോടകം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. യമുന നദി അത് മാലിന്യം വഹിക്കുന്ന നിലയിലേക്ക് മാറിയിട്ട് കാലങ്ങൾ കുറേയായി. പക്ഷേ അതിലൊരു നടപടി എടുക്കാതിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മോദിക്കായി ഈ നിലയിൽ ഒരു കൃത്രിമ തടാകം ഉണ്ടാക്കുന്നതല്ലേ? അസിത, തീർച്ചയായും ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് യമുന നദിയിലെ ശുചീകരണമായിരുന്നു. പക്ഷേ ഈ ഛഠ് പൂജയടക്കം നടക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ദില്ലി സർക്കാരിന് അത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കാൻ ആവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ ഛഠ് പൂജയടക്കമുള്ള കാര്യങ്ങൾ ദില്ലിയിലെയും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നടക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിൽ മുങ്ങിക്കുളിക്കാൻ ആവശ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വ്യാജ തടാകം ഇപ്പോൾ ദില്ലി യമുന നദിക്ക് സമീപം ബി.ജെ.പി. സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത സാധാരണക്കാർക്കടക്കമുള്ള നിരവധി ലക്ഷക്കണക്കിന് ആളുകളാണ് ദില്ലിയിലെ യമുന നദിയിൽ സ്നാനം ചെയ്യാനായി നാളെ എത്തുക. അവരൊക്കെ തന്നെയും മലിനമായിട്ട് നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യമുന നദിയിൽ കുളിക്കണം അല്ലെങ്കിൽ സ്നാനം ചെയ്യണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എ.എ.പി. ഇതിനോടകം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മാലിന്യ കൂമ്പാരമായി ഒഴുകുന്ന ഈ യമുന നദിക്ക് സമീപമാണ് ഇത്തരത്തിൽ വസീറാബാദിലെ ശുചീകരിച്ച പ്ലാന്റിൽ നിന്നും വെള്ളം എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് സ്നാനം ചെയ്യുവാനായി കൃത്രിമമായിട്ടുള്ള തടാകം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഇതുവരെയും ബി.ജെ.പി. സർക്കാരോ അല്ലെങ്കിൽ ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്തയോ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട എ.എ.പിയും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ദില്ലി സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരം പൂജകളിലും സ്നാനങ്ങളിലൊക്കെ തന്നെയും ഈ യമുന നദിയിലെ വെള്ളം കുടിക്കാൻ ആകുമോ എന്ന തരത്തിലുള്ള ചില പ്രത്യേക ചോദ്യങ്ങളൊക്കെ തന്നെയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം നിരവധി ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും നേതാക്കൾക്കൊക്കെ തന്നെയും സ്നാനം ചെയ്യുവാനായി യമുന നദിയുടെ അരികിൽ പ്രത്യേകമായിക്കൊണ്ട് ശുചീകരിച്ചുകൊണ്ടുള്ള ശുദ്ധജല തടാകം നിർമ്മിച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.